അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. ഏറ്റവും ആദരണീയരായ ശ്രോതാക്കളെ, അൽ ജമാൽ അൽ കമാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിനോടുള്ള കടപ്പാടും സ്നേഹവും പരിഗണിച്ചുകൊണ്ട് ഇടപെടുന്ന മഹത്തായൊരു സംരംഭമാണ് ഇന്ന് മഹാനായ സൗബാൻ മൗല റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൗബാനുൻ നബവി എന്ന് പോലും അറിയപ്പെടുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹബത്തിനെ കുറിച്ച് അല്പം നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹിജാസിൽ നിന്ന് അടിമയായി പിടിക്കപ്പെട്ട, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു പ്രിയപ്പെട്ട സൗബാൻ. ആ സൗബാനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. നബി തങ്ങളുടെ പരിചരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ ഇടപെടലുകളുമൊക്കെ സൗബാനിനെ വല്ലാതെ ആകർഷിച്ചു. ഒടുവിൽ മുത്തുനബി തങ്ങൾ സൗബാനെ മോചിപ്പിക്കുകയാണ്. മോചിപ്പിച്ച സമയത്ത് കുടുംബാദികൾ, ബന്ധുക്കളൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് മുത്തുനബി തങ്ങൾ സൗബാനോട് ചോദിച്ചു, സൗബാൻ, നിനക്ക് കുടുംബാദികളോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകണമോ അതോ എൻ്റെ കൂടെ ഇവിടെ കൂടിക്കഴിയണമോ? സൗബാനിന് ഒറ്റ അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ഖാദിമായി ഞാൻ നിന്നുകൊള്ളാം. അങ്ങനെ മുത്തുനബി തങ്ങളുടെ സന്തത സഹചാരിയായി, നബി തങ്ങളുടെ ഉറക്കിലും നബി തങ്ങളുടെ ഉണർവിലും കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട സൗബാൻ, ബദർ യുദ്ധം, ഉഹദ് യുദ്ധമടക്കമുള്ള എല്ലാ യുദ്ധങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സംബന്ധിച്ച സൗബാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനോട് ചോദിച്ചു, മൻ തകഫല ലി അൻ ലാ യസ്അല അഹദൻ ഷൈഅ, ഒരാളോടും ഒരു കാര്യവും ഒരിക്കലും ചോദിക്കുകയില്ല എന്ന് പ്രതിജ്ഞ പറയാൻ പറ്റിയ ആരുണ്ട് സദസ്സിലെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സൗബാൻ എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഏറ്റെടുക്കുമെങ്കിൽ അത്തകഫലു ലഹു ബിൽ ജന്ന, ഞാനവർക്ക് സ്വർഗം കൊണ്ട് കഫീലാണ്, സ്വർഗം ഞാൻ അവർക്ക് വാങ്ങിത്തരും, ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അതിന് ഞാൻ തയ്യാറാണ് എന്ന് ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണാൻ കഴിയും, ഫകാന ലാ യസ്അലു അഹദൻ ഷൈഅ, മരിക്കുന്നതുവരെയും ഒരാളോടും ഒന്നും ആ പ്രിയപ്പെട്ട മഹാൻ ചോദിച്ചിട്ടില്ല. നബിതങ്ങൾ സ്വർഗം കഫാലത്തേറ്റിട്ടുണ്ടല്ലോ, ആ ധൈര്യത്തിൽ ഈമാൻ മുറുക്കിപ്പിടിച്ച് മുന്നോട്ട് പോയ മഹാനാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു. ആ സൗബാൻ നബിതങ്ങളില്ലാത്ത ഒരു നിമിഷം സന്തോഷത്തോടെ കാണാൻ കഴിയാത്ത സൗബാൻ ഒരു ദിവസം വിഷണ്ണനായി, ദുഃഖിതനായി സദസ്സിൽ ഇരിക്കുന്നത് മുത്തുനബിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൗബാൻ, മാ ബിക യാ സൗബാൻ, നിനക്കെന്തു പറ്റി മോനെ? അഥവാ എന്തെങ്കിലും തലവേദനയോ ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മുത്തുനബി തങ്ങൾ ചോദിച്ചത്. യാ റസൂലല്ലാഹ്, മാ ബി വജുഉൻ വലാ മറളുൻ, എനിക്കൊരു വേദനയോ ഒരു രോഗമോ ഇല്ല നബിയെ. ഇല്ലാ അന്നി ഇദാ ലം അറക്ക അസ്തൗഹിസ്തു വശത്തൻ ശദീദത്തൻ, നബിയെ, തങ്ങൾ കാണാത്ത ഒരു നിമിഷം എനിക്ക് നിരാശയാണ്, ഏകാന്തതയാണ്, എനിക്ക് പ്രയാസമാണ്. അസ്തൗഹിസ്തു, എനിക്ക് അത് വിരസതയാണ് ഞാൻ അനുഭവിക്കുന്നത്, അതിൻ്റെ വേദന കൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു. ഹത്ത അൽക്കാക്ക, തങ്ങളെ നേരിട്ട് കാണുമ്പോഴേ ആ വിഷമം എനിക്ക് മാറാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ സുമ്മ ദക്കർത്തു,
ഞാനെങ്ങനെ ആലോചിച്ചു, അൽ ആഖിറ, ഞാനെങ്ങനെ മരിച്ച് പരലോകത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ ഏതോ ഉന്നത സ്ഥലങ്ങളിൽ വിരാജിക്കുകയാണ്. ഞാനിനി സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഫഖിഫ്തു അല്ല അറാക ഫിൽ ജന്ന, സ്വർഗത്തിലാണെങ്കിൽ പോലും നമ്മൾ എവിടെയോ ഒരറ്റത്തായിരിക്കും. മുത്തുനബി തങ്ങൾ ഉന്നതമാകുന്ന പദവിയിലായിരിക്കും. സ്വർഗത്തിലെ എന്തെല്ലാം സുഖങ്ങൾ എനിക്ക് ലഭിച്ചാലും, സ്വർഗത്തിലെ എന്തെല്ലാം സൗകര്യങ്ങൾ എനിക്ക് ലഭിച്ചാലും, അങ്ങയുടെ മുഖം കാണാത്തൊരു സ്വർഗം എനിക്ക് ആസ്വാദ്യപൂർണമല്ല. ഞാൻ എങ്ങനെ ആ സാഹചര്യം സഹിക്കും നബിയെ? ഇതാണ് എൻ്റെ ആശങ്ക. സുബ്ഹാനല്ലാഹ്, ആ ആശങ്കയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഒരായത്ത് ഇങ്ങനെ ഇറങ്ങുന്നത്. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ ദാലിക്കൽ ഫളു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമാ. നബിയെ, ജനങ്ങളോട് പറയണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് സ്നേഹിച്ച് വരുന്ന ആരുണ്ടോ അവരൊറ്റപ്പെടുമെന്ന് കരുതണ്ട. ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ച മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരോടും ഈ സത്യസന്ധരാകുന്ന മുത്തഖീങ്ങളോടും അവർ ഒന്നിച്ച് അവർക്ക് കാണാനുദ്ദേശിക്കുമ്പോൾ കാണുകയും ചേരാനുദ്ദേശിക്കുമ്പോൾ ചേരുകയും സല്ലപിക്കാൻ അവർക്ക് സൗകര്യമുണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിലാണ് സ്വർഗീയ സംവിധാനമെന്ന് അവരോട് പറയണം നബിയെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഫഹസുന ഉലൈക റഫീഖാ, അതാണ് മനോഹരമാകുന്ന ചങ്ങാത്തം, സുഹൃബന്ധം, അതാണ്. ദാലിക്കൽ ഫളു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമാ, അതേറ്റവും വലിയ ഔദാര്യവും അള്ളാഹുവിൻ്റെ സ്നേഹവുമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നിമിഷം കാണാതിരിക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ട്, അത് സ്വർഗത്തിലാണെങ്കിൽ പോലും എന്തെല്ലാം ആഡംബരങ്ങളും എന്തെല്ലാം അനുഗ്രഹങ്ങളും നിറഞ്ഞൊഴുകുന്ന സ്വർഗത്തിലാണെങ്കിൽ പോലും മുത്തുനബിയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഏകാന്തതയുടെ നിരാശയാണെന്ന് ഭയപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുബ്ബ് നമുക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. സഹാബാക്കളെ കണ്ടുവേണം നാം മഹബത്ത് പഠിക്കാൻ. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സാധാരണക്കാരനെന്നൊക്കെ പറഞ്ഞ് ചില ബിദ്അത്തുകാർ വിമർശിക്കുന്നത്. അവർക്ക് വന്ന കഷ്ടം, അവർക്ക് വന്ന നഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ കൂടെയുണ്ടായിരുന്നു. വഫാത്ത് കഴിഞ്ഞിട്ട് മുത്തില്ലാത്ത, നബിയില്ലാത്ത മദീനയിൽ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് നേരത്തെ ബിലാൽ റളിയല്ലാഹു അൻഹു പോയതുപോലെ സൗബാൻ റളിയല്ലാഹു അൻഹും ഷാമിലേക്ക് നാടുവിട്ടു. ഷാമിൽ അവിടെ സൂരിയയിലെ ഹിംസ് എന്ന പട്ടണത്തിൽ ജീവിക്കുകയും അവിടെ വെച്ച് വഫാത്താവുകയും അവിടെ ഖബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഹിജ്റ 54 ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി എന്നാണ് ചരിത്രം. ആ മഹബത്ത് നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കണം. നമ്മുടെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. നമുക്ക് അവരുള്ളിടത്ത് മാത്രം നമുക്ക് ചേരണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഊസൈക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.